Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കണ്ണപുരം മൊട്ടമ്മൽ സ്വദേശി MV ബാലകൃഷ്ണനാണ് മരണപ്പെട്ടത്. അപകടം നടന്നത് തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ. തൃക്കരിപ്പൂർ ഒളവറയിലെ മരക്കമ്പനിയിൽ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾ പ്രയത്നിച്ച്. ചെറുപുഴ തിരുമേനിയിലും വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം കത്തിനശിച്ചു. പരിയാരം എംബേറ്റിൽ മേൽപ്പാലം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരപന്തൽ വി ശിവദാസൻ MP സന്ദർശിച്ചു. മേൽപ്പാലം എന്ന നാടിന്റെ ആവശ്യം നടപ്പാക്കുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും സമരത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വി ശിവദാസൻ MP അറിയിച്ചു. അധ്യാപകരോടും പൊതുസമൂഹത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോഴിക്കോട് നടക്കുന്ന KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 3 ദിനങ്ങളിലായി തളിപ്പറമ്പിൽ നടന്നുവന്ന CPM കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. കേരളത്തോട് എന്തുമാകാമെന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവിധ മേഖലകളിൽ നമ്പർ 1 കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുകയാണ്. ഇത് LDFനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ നാടിനെ ഒന്നാകെ ബാധിക്കുന്ന കാര്യമാണെന്നും ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് വക്താക്കളെയും പ്രധാനമന്ത്രിയെയും അടക്കം കണ്ടെങ്കിലും തുടർച്ചയായ നിരാശയാണുണ്ടായത്. വിഴിഞ്ഞം പോർട്ടിന് യാതൊരു പിന്തുണയും ലഭ്യമാക്കിയില്ല. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ എല്ലാവരും ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്നില്ല. എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരള ഗവൺമെന്റിന് വേണ്ടി പലരും കണ്ടിട്ടുള്ളതാണ്. സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് കിട്ടി എന്ന ധാരണയിൽ തിരിയാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ്. പക്ഷേ
തുടർച്ചയായ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു. ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ്. തളിപ്പറമ്പ് ഉണ്ടംപറമ്പ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, P ജയരാജൻ, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, P ശശി, M പ്രകാശൻ, PV ഗോപിനാഥ്, KK രാഗേഷ്, K സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കണ്ണപുരം മൊട്ടമൽ സ്വദേശി MV ബാലകൃഷ്ണനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം നടന്നത്. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം നടന്നത്. കണ്ണപുരം മൊട്ടമ്മൽ സ്വദേശി MV ബാലകൃഷ്ണനാണ് മരണപ്പെട്ടത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ കൃത്യമായ റോഡ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഒളവറയിലെ മരക്കമ്പനിയിൽ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തിങ്കളാഴ്ച പുലർച്ചെ 12:45 തീപിടുത്തത്തിൽ മരം സൈസ് ചെയ്യുന്ന റിസോ മെഷീൻ, പ്ലെയിനർ എന്നിവയും കെട്ടിടവും 1 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും മര ഉരുപ്പടികളും കത്തിയമർന്നു. ഇളമ്പച്ചിയിലെ VKP അബ്ദുൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഒളവറ ബ്രൈറ്റ് വുഡ് ഇൻഡസ്ട്രീസിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ മരം സൈസ് ചെയ്യുന്ന റീസോ മെഷീന് സമീപത്ത് നിന്നാണ് തീയും പുകയും ഉയർന്നത്. പെട്ടെന്ന് തീ മരത്തടികളിലേക്കും സൈസ് ചെയ്ത മര ഉരുപ്പടികളിലേക്കും ആളിപ്പടരുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് ഒളവറയാണ് അഗ്നിരക്ഷാസേനയിലും സ്ഥാപന ഉടമയെയും വിവരമറിയിച്ചത്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, പെരിങ്ങോം, കാഞ്ഞങ്ങാട് നിലയങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് വാഹനങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ തോതിൽ തീ വ്യാപിച്ചതിനാൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് തീയണച്ചത്. തീ പിടിച്ച് കത്തിയമർന്ന ഷെഡിന് പടിഞ്ഞാറ് ഭാഗത്തായി മര ഉരുപ്പടികൾ തയ്യാറാക്കിയ കെട്ടിടത്തിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ കോടികളുടെ നാശനഷ്ടമുണ്ടാകുമായിരുന്നു. മരക്കമ്പനിക്കടുത്തുള്ള മുറികളിൽ കമ്പനിയിലെ 8 അന്യസംസ്ഥാന തൊഴിലാളികൾ രാത്രിയിലുണ്ടായിരുന്നു. നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടൽ കാരണം വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി 12:30 ഇവിടെ റീസോന്റെ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഉണ്ടായ തീപിടുത്തമാണ്. അപ്പോൾ പെട്ടെന്ന് പ്രസാദ് അത് കണ്ടു. അങ്ങനെ പ്രസാദിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് ഫയർ സർവീസ് എത്തി. ഒരു 7 ഭാഗത്താണ് ഫയർ സർവീസിൻ്റെ വണ്ടി വന്നിരുന്നു. അപ്പോൾ രാവിലെ 6 മണി വരെ അത് ഇതാക്കി അണച്ചു ഫയർ സർവീസാണ്. അപ്പം നമ്മളെ മെഷീനും പിന്നെ കുറേ തടിയും സൈസെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കോടി രൂപ നഷ്ടം കണക്കാക്കുന്നു. റീസോ മെഷീനിലുണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ചന്തേര പോലീസും സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ തിരുമേനിയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം കത്തിനശിച്ചു. തിരുമേനിയിലെ മൂന്നാന സുധീഷ് മാസ്റ്ററുടെ കൃഷിത്തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പെരിങ്ങോം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി.
ചെറുപുഴ തിരുമേനിയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് തെങ്ങിൻ തോട്ടം കത്തിനശിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. മൂന്നാന സുനീഷ് മാസ്റ്ററുടെ കൃഷിയിടമാണ് കത്തി നശിച്ചത്. തീ പടർന്നു പിടിക്കുന്നത് നാട്ടുകാർ പെരിങ്ങോം ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഷെറിൻ ബാബു, സുനിൽ കെ രഞ്ജിത്ത്, നൌഫൽ, അരുൺ, ഗോവിന്ദ് ലതേഷ് തുടങ്ങിയവരടങ്ങുന്ന ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പരിയാരം എംബേറ്റിൽ മേൽപ്പാലം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരപന്തൽ വി ശിവദാസൻ MP സന്ദർശിച്ചു. മേൽപ്പാലം എന്ന നാടിന്റെ ആവശ്യം നടപ്പാക്കുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും സമരത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വി ശിവദാസൻ MP പറഞ്ഞു. ഏമ്പേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് 2 മാസത്തിലേറെയായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ഈ ആവശ്യം നടപ്പാക്കി കിട്ടുന്നതിനുവേണ്ടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി MPമാരായ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തിയിരുന്നു. സമരം 2 മാസം പിന്നിട്ടു. മേൽപ്പാലത്തിന് അന്തിമാനുമതി ലഭ്യമാകുന്നതുവരെ നാട് ഒരുമിച്ച് നിൽക്കണമെന്നും നാടിന്റെ ഐക്യം നിലനിൽക്കണമെന്നും വി ശിവദാസൻ MP പറഞ്ഞു. സമരം സാംസ്കാരിക പ്രഭാഷകനും നാടക സംവിധായകനുമായ രവി ഏഴോം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം വി രമണി അധ്യക്ഷയായി. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EC മല്ലിക, പി രഞ്ജിത്ത്, PV ഗോപാലൻ, E തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അധ്യാപകരോടും പൊതുസമൂഹത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോഴിക്കോട് നടക്കുന്ന KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. 1951 കേരളത്തിന് ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ PTF, കേരള എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്ന രൂപത്തിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു. അത് വളർന്ന് KPTF-ഉം KAPT യൂണിയനും ഒക്കെയായി. KAPT യൂണിയൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 1957 നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ലോകത്താദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ, അതൊന്ന് കാർഷിക ബന്ധ നിയമവും മറ്റൊന്ന് വിദ്യാഭ്യാസ ബില്ലുമാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ പ്രതിരോധം തീർക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളീയ ബദൽ രാജ്യത്തിന് മാതൃകയായി മാറുകയാണെന്ന് EM ചന്ദ്രാംഗതൻ പറഞ്ഞു. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് M മധുകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VS ബിജുരാജ്, P പുഷ്പ, KM ഈശ്വരൻ, PV ഉണ്ണികൃഷ്ണൻ, K ശ്രീജ, AV അനിത, PK മുരളീകൃഷ്ണൻ, ഉപജില്ലാ സെക്രട്ടറി P രാഗേഷ്, ജോയിന്റ് സെക്രട്ടറി P സനീപ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വേറിട്ട രീതിയിൽ തണ്ണീർത്തട ദിനം ആചരിച്ച് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിലെ 2ാം തരത്തിലെ കുട്ടികൾ തീരവനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും കണ്ട കാഴ്ച വരകളും വർണ്ണങ്ങളും കൊണ്ട് ക്യാൻവാസിൽ പകർത്തിയും ഏറെ പുതുമകളോടെയാണ് അവർ തണ്ണീർത്തട ദിനം ആഘോഷിച്ചത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കുഞ്ഞിമംഗലത്ത് പതിവിൽ നിന്ന് വേറിട്ട രീതിയിലാണ് തണ്ണീർത്തട ദിനം ആചരിച്ചത്. പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും ചേർന്ന് വില കൊടുത്തു വാങ്ങി സംരക്ഷിച്ചു പോന്ന 43 ഏക്കറുകളോളം വരുന്ന കണ്ടലുകൾ തഴച്ചു വളർന്ന് പച്ചപ്പ് തീർത്ത ഏടാട്ട് തുരുത്തിയിലെ തണ്ണീർത്തടത്തിൽ കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിന്റെ സഹകരണത്തോടെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിലെ 2ാം തരത്തിലെ കുട്ടികൾ തീരവനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചും പാട്ടുപാടിയും വരകളും വർണ്ണങ്ങളും കൊണ്ട് അവർ കണ്ട കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തിയും പുതുമകളോടെയാണ് തണ്ണീർത്തട ദിനം ആഘോഷിച്ചത്. കുട്ടികളോടാണ് കാര്യങ്ങൾ പറയേണ്ടതെന്നും അവരാണ് ഈ ആവാസ വ്യവസ്ഥയുടെ കാവലാളാകേണ്ടതെന്നുമുള്ള ജോൺസി മാഷിന്റെ സങ്കല്പങ്ങളോടും നിലപാടുകളോടും പ്രവർത്തനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും തണ്ണീർത്തട ദിനാഘോഷത്തിന്റെ ഭാഗമായത്. ചിത്രകാരൻ AB ബിജു, PP രാജൻ, MK ദാമോദരൻ, നവീൻ കുമാർ VK, രാകേഷ് K, അമൃത U, സിനി U എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എങ്ങോട്ട് തിരിയുന്നു? തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.
പാലക്കോട് എട്ടിക്കുളം റൂട്ടിൽ കുതിരക്കല്ല ഭാഗത്ത് റോഡിന് കൈവരി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത്. പാലക്കോട് എട്ടിക്കുളം റൂട്ടിൽ കക്കമ്പാറയ്ക്കും എട്ടിക്കുളത്തിനുമിടയിലാണ് അങ്ങേയറ്റം അപകടകരമായ കുതിരക്കല്ല് മേഖല. റോഡിൽ നിന്ന് ചെറുതായൊന്ന് തെന്നിയാൽ വലിയ താഴ്ചയിലേക്ക് പതിക്കുമെന്ന് ഉറപ്പുള്ള പ്രദേശം. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു യുവാവ് തെറിച്ച് താഴ്ചയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2 ബസ്സുകൾക്ക് സൈഡ് നൽകി മുന്നോട്ട് പോകുക എന്നതും ഇവിടെ പ്രയാസകരമാണ്. കക്കമ്പാറ മുതൽ ഈ പള്ളിക്കോളനി വരുന്ന സ്ഥലത്തുള്ള ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം റോഡിൻ്റെ സൈഡിൽ താഴെ ഒരു കുഴി തന്നെയാണ് ഉള്ളത്. അതിലേക്ക് ഏത് സമയവും നമ്മുടെ ബസ്സായാലും എല്ലാം മറിഞ്ഞു വീഴുന്ന വെച്ചാൽ ജീവനിൽ കൊതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബസ്സുകാരാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിനിഞ്ഞാന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ഇടുന്ന് ബൈക്ക് കൊണ്ട് താഴേക്ക് വീണ് പരിയാരം ICUന്ന് ഇന്നലെ ഡിസ്ചാർജായിട്ട് വന്നതേയുള്ളൂ. ഏഴിമലയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ചെരുവുകൾ ഈ പ്രദേശത്തുണ്ട്. റോഡിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പോലും നിലവിൽ സ്ഥാപിച്ചിട്ടില്ല. വർഷങ്ങളായി ഈ ഭാഗത്തുള്ള യാത്രക്കാരും നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഏറെ പ്രയാസപ്പെടുന്നതാണ്. ഒരുപാട് തവണ ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആവശ്യമായ കൈവേരി ഈ റോഡിനില്ല. ഇത് മാടായി PW ഡിവിഷനിൽപ്പെട്ട റോഡാണ്. ഒരുപാട് തവണ പ്രമേയങ്ങളായിട്ടും അതേപോലെ തന്നെ നിവേദനമായിട്ടും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിച്ചതാണ്. കൈവരിയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മന്ത്രി മുഹമ്മദ് റിയാസിനുൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 2 വണ്ടി ഒരു ബസ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങൊന്നും അതേപോലെ അങ്ങൊന്നും ഇങ്ങൊന്നും വണ്ടി വന്നതിനാൽ ഇപ്പോൾ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വെച്ചാൽ നമുക്ക് അപ്പുറത്തെ സൈഡ് കൂട്ടാൻ ഫുൾ കാട് മൂടിയതായതുകൊണ്ട് തിരിയുന്നില്ല. എത്ര അടി താഴ്ചയുണ്ടെന്നോ കാര്യങ്ങളൊന്നും തിരിയുന്നില്ല. പിന്നെ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു റിഫ്ലക്ടറെങ്കിലും അവിടെ വെക്കായിരുന്നു. ഒരു ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ ബോർഡോ കാര്യം ഒന്നുമില്ല. ഒരു കാരണവശാലും ഒന്നുമില്ല. താഴേക്ക് വീണ അയാളുടെ കാര്യം പോക്കണ്ടേ. ഏതായാലും ഇടയ്ക്ക് ഒരു ബൈക്ക് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി പാലത്തിനു മുകളിൽ കണ്ട ആടിന്റെ ജഡം നീക്കിയില്ല. ഗതാഗതക്കുരുക്കും അസഹ്യമായ ദുർഗന്ധവും കാരണം ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. തിങ്കളാഴ്ച രാവിലെ മുതലാണ് വലിയ ആടിന്റെ ജഡം പഴയങ്ങാടി പാലത്തിനു മുകളിൽ കണ്ടത്. രാത്രിയിൽ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ പുറത്തേക്ക് വീണ് വാഹനമിടിച്ചതാണെന്ന് കരുതുന്നു. പാലത്തിനു മുകളിലെ ആടിന്റെ ജഡം കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി. അസഹ്യമായ ദുർഗന്ധം കാരണം ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പഴയങ്ങാടി പോലീസും കണ്ണപുരം പോലീസും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണിത്. അതുപോലെ മാടായി ചെറുകുന്ന് പഞ്ചായത്തുകളും അതിർത്തി പങ്കിടുന്ന സ്ഥലമായതിനാൽ ആടിന്റെ ജഡം ആര് നീക്കുമെന്ന കാര്യത്തിൽ വൈകുന്നേരമായിട്ടും തീരുമാനമായില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാത വികസനം വന്നപ്പോൾ വാഹനയാത്രികർക്ക് പരിചയമുള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങുക ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ കരുവള്ളൂർ സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഇക്കോ ഷോപ്പിൽ നിന്ന് കയറിൽ കെട്ടി സഞ്ചിയിൽ പച്ചക്കറി വാങ്ങിക്കുന്ന കാഴ്ച ഏവർക്കും കൗതുകമായി. കണ്ണൂരിൽ നിന്ന് ദേശീയപാത വഴി കാസർഗോഡേക്ക് പാർസൽ സർവീസ് മിനി ലോറിയുമായി പോകുന്ന മനോജും ബൈജുവും കരിവള്ളൂർ ടൗണിലെ സർവീസ് ബാങ്കിന് കീഴിലെ ഇക്കോ ഷോപ്പിന് മുന്നിലെത്തിയാൽ എപ്പോഴും വാഹനം നിർത്തും. 2 പേരുടെയും വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്ഥിരമായി വാങ്ങുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ഇക്കോ ഷോപ്പിൽ നിന്നാണ്. വർഷങ്ങളായി ഇതാണ് ഇവരുടെ ശീലം. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അടിപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെ 2 പേരുടെയും പച്ചക്കറി വാങ്ങൽ മുടങ്ങി. പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡരികിലുള്ള ഇക്കോ ഷോപ്പ് 10 മീറ്റർ ഉയരത്തിലൂടെ പോകുന്ന പുതിയ റോഡിൽ നിന്ന് കാണുമെന്നല്ലാതെ ഷോപ്പിലേക്കെത്താൻ വഴിയില്ല. സർവീസ് റോഡിലൂടെ പോകണമെങ്കിൽ 1 കിലോമീറ്റർ അകലിൽ നിന്നും വഴിമാറണം. ശുദ്ധമായ പച്ചക്കറി ലഭിക്കുന്ന ഇക്കോ ഷോപ്പിനെ കൈവിടാനും മനസ്സനുവദിക്കുന്നില്ല. 2 പേരും ആലോചിച്ചപ്പോൾ കിട്ടിയ പോംവഴിയാണ് കൗതുക കാഴ്ചയായി മാറിയത്. പച്ചക്കറി ആവശ്യമുള്ളപ്പോൾ പുതിയ റോഡരികിൽ വാഹനം നിർത്തും. കയറിൽ കെട്ടിയ ബാഗ് താഴേക്ക് ഇറക്കി കൊടുക്കും. ഇക്കോ ഷോപ്പിലെ ജീവനക്കാരി അജിത ബാഗിൽ ആവശ്യമായ പച്ചക്കറി വെച്ചു കൊടുക്കും. പച്ചക്കറി അടങ്ങിയ ബാഗ് വലിച്ചു കയറ്റുമ്പോൾ വികസനം സാധാരണക്കാരെ ഇങ്ങനെയും ബുദ്ധിമുട്ടിക്കുമെന്ന് പറയാതെ പറയുകയാണ് മനോജും ബൈജുവും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷൻ ഫെബ്രുവരി 5, 6 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മേഖല അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TV പ്രൊവൈഡറാണ് കേരള വിഷൻ. കേബിൾ TV മേഖല മാത്രമല്ല, ബ്രോഡ്ബാൻഡ് രംഗത്തും ഇന്ന് കേരളത്തിലെ വയേർഡ് കണക്ഷനിൽ 1ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് കേരള വിഷൻ.
അതടക്കം മാധ്യമ മേഖലയിലും കേരള വിഷൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരള വിഷൻ സംരംഭങ്ങളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ്, COA ആണ്. ആ സംഘടനയുടെ കീഴിലാണ് കേരള വിഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് രൂപം കൊടുത്തതും കേരള വിഷൻ സംരംഭങ്ങൾ ഇന്ന് കേരളത്തിലേത് മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറായി മാറിയിട്ടുള്ളതും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷൻ ഫെബ്രുവരി 5, 6 തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. ഫെബ്രുവരി 5 രാവിലെ 9:30 കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ആന്റണി രാജു MLA പരിപാടിയിൽ അധ്യക്ഷനാകും. തുടർന്ന് ബിസിനസ് ചർച്ചകളുണ്ടാകും. ഫെബ്രുവരി 6 രാവിലെ കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ കോത്തായിമുക്ക് ജംഗ്ഷനിൽ ലൈഫ് കെയർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോത്തായിമുക്ക് ജംഗ്ഷനിലെ ലൈഫ് കെയർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു. വാഹന പുക പൊടിപടലങ്ങളിൽ നിന്നും മുക്തമായി പൂർണ്ണമായും ശീതീകരിച്ച മുറികളിലാണ് ലൈഫ് കെയർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഇംഗ്ലീഷ് മരുന്നുകൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ബേബി കെയർ, മദർ കെയർ, ഹെയർ കെയർ, സ്കിൻ കെയർ, കോസ്മെറ്റിക്, പെറ്റ് കെയർ, സർജിക്കൽ ഐറ്റംസ് എല്ലാം ലൈഫ് കെയർ മെഡിക്കൽസിൽ ലഭ്യമാണ്. ഡി കെയർ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിന് താഴെയാണ് ലൈഫ് കെയർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോൺ നമ്പർ 8086546355. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. റെക്കോർഡുകൾ കരസ്ഥമാക്കി സഹോദരിമാരുടെ കുട്ടികൾ. കുഞ്ഞമംഗലം മാണ്ടാങ്കോവലിലെ 2 വയസ്സുകാരി ഐറിൻ റൂഹി, 7 വയസ്സുകാരി കെൻസ അഷ്റഫ് എന്നീ കുട്ടികളാണ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയത്. കുഞ്ഞിമംഗലം മാണ്ടാങ്കോവലിൽ താമസിക്കുന്ന സഹോദരിമാരുടെ കുട്ടികൾ തങ്ങളുടെ കഴിവുകളിൽ റെക്കോർഡുകൾ കരസ്ഥമാക്കി. 2 വയസ്സുകാരി ഐറിൻ റൂഹി, 7 വയസ്സുകാരി കെൻസ അഷ്റഫ് എന്നീ കുട്ടികളാണ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയത്. ഐറിൻ റൂഹി വാഹനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, ശരീരാവയവങ്ങൾ തുടങ്ങി 180ഓളം ഫ്ലാഷ് കാർഡുകൾ കാണിച്ച് പേരുകൾ പറഞ്ഞതിനാണ് റെക്കോർഡുകൾ ലഭിച്ചത്. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സ് എന്നിവയാണ് ഐറിൻ റൂഹിക്ക് ലഭിച്ചത്. TK അൽത്താഫ്, A മറിയം ബി എന്നീ ദമ്പതികളുടെ മകളാണ് ഐറിൻ റൂഹി. മറിയം ബിയുടെ സഹോദരിയായ ഹബീബയുടെ മകളും 7 വയസ്സുകാരിയുമായ കെൻസ അഷ്റഫിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ലഭിച്ചത്. 39 സെക്കൻഡിനുള്ളിൽ 3 മുതൽ 10 അക്കങ്ങൾ വരെയുള്ള 100 വാക്കുകൾ പറഞ്ഞതിനാണ് റെക്കോർഡ് ലഭിച്ചത്. പഴയങ്ങാടിയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കെൻസ ഹബീബ അഷ്റഫ് ദമ്പതികളുടെ മകളാണ്. ഇത് എൻ്റെ മകളാണ്. പേര് ഐറിൻ റൂഹി എന്നാണ്. അവൾക്ക് ഇങ്ങനെ 3 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 1 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 2 കലാംസ് വേൾഡ് റെക്കോർഡ്, 3 ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അതെന്തിനാണ് കിട്ടിയെന്ന് വെച്ചാൽ ഇവള് 150ഓളം ഫ്ലാഷ് കാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ ഇങ്ങനെ ഫ്രീഡം ഫൈറ്റേഴ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, വെഹിക്കിള്, ബേർഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൾ പറയും. പിന്നെ റൈംസ്, മലയാളം ഇംഗ്ലീഷും റൈംസ് പറയും. പിന്നെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്യും. ഇത് എൻ്റെ സഹോദരിയാണ്. സഹോദരീൻ്റെ മകളാണ്. ഇത് കെൻസ അഷ്റഫ് എന്നാണ് പേര്. മോൾക്ക് ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ 39 സെക്കൻഡ്സിൽ 100 ഇംഗ്ലീഷ് വേർഡ്സ് റിസൈറ്റ് ചെയ്തതിനാണ് കിട്ടിയത്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹനം നൽകുകയാണ് കുടുംബാംഗങ്ങളും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ നവീകരിച്ച ICUവിന്റെ ഉദ്ഘാടനം നടന്നു. പ്രിയദർശിനി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ നവീകരിച്ച ICUവിന്റെ ഉദ്ഘാടനം നടന്നു. പ്രിയദർശിനി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ പ്രസീൻ പ്രദീപ്, ഡോക്ടർ ജാനി ഭാഷ, ഡോക്ടർ ശ്രുതി, ഡോക്ടർ PK മുരളി, ഡോക്ടർ കിരൺ വിനായക്, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ, ഡോക്ടർ ആദിയ ജാനി ഭാഷ, ഡോക്ടർ ആശ നിർമ്മൻ, ഡോക്ടർ PT പത്മനാഭൻ, ഡോക്ടർ ജഫീൻ, ഡോക്ടർ വൈദേഹി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയ ഒരു രീതിയിൽ തന്നെ നടക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രിയദർശിനി കുടുംബം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ മുന്നേ തന്നെ പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ സുരക്ഷിതമാക്കുമെന്നുള്ളത്. ഇതുപോലെ സംവിധാനങ്ങൾ കൊണ്ട് ഇനിയും ഒരുപാട്
ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് ഡേ ഫോർ പ്രിയദർശിനി ഹോസ്പിറ്റൽ ഒരു 5-bedded ആൻഡ് മോഡേൺ യൂട്ടിലിറ്റീസ് ഉള്ള ഒരു ICU നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു ബിക്കോസ് ആവശ്യമാണ്. ആൻഡ് ഈവൻ ഓക്സിജൻ എല്ലാം കൂടെ സെൻട്രൽ ലൈൻ ഓക്സിജൻ ആണ്. പിന്നെ ഓക്സിജൻ തീരുമ്പോൾ ഓടിപ്പോവാൻ അങ്ങനത്തെ ശ്രമിക്കാൻ പാടില്ല. ഇനി ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ ബെഡ് എല്ലാം സൗകര്യമാണ്. പെട്ടെന്ന് എമർജൻസി വന്നാലും നമുക്ക് CPR കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമുള്ള ഒരു എമർജൻസി. ചടങ്ങിൽ ഹോസ്പിറ്റൽ ചെയർമാൻ K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ ജനറൽ സെക്രട്ടറി KK വിനോദ് മാസ്റ്റർ, വൈസ് ചെയർമാൻ P. ഗോപാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KV സോളാറും കാനറ ബാങ്കും സംയുക്തമായി പയ്യന്നൂരിൽ സോളാർ ലോൺ മേള സംഘടിപ്പിച്ചു. പയ്യന്നൂർ കാനറ ബാങ്ക് പരിസരത്ത് നടന്ന മേളയുടെ ഉദ്ഘാടനം കാനറ ബാങ്ക് മാനേജർ സുരേഷ് നിർവഹിച്ചു. KV സോളാറും കാനറ ബാങ്കും സംയുക്തമായി പയ്യന്നൂരിൽ സോളാർ ലോൺ മേള സംഘടിപ്പിച്ചു. പയ്യന്നൂർ കാനറ ബാങ്ക് പരിസരത്ത് നടന്ന ലോൺ മേള കാനറ ബാങ്ക് മാനേജർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. KV സോളാർ മാർക്കറ്റിംഗ് മാനേജർ ജതീഷ് PCയിൽ നിന്നും കോറം ഫോക്കസ് കേബിൾ TV നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ദിനേശൻ P ആദ്യ ബുക്കിംഗ് ഏറ്റുവാങ്ങി. COA ചെറുപുഴ മേഖലാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. COA പയ്യന്നൂർ നോർത്ത് മേഖലാ സെക്രട്ടറി KV രാജൻ, COA ചെറുപുഴ മേഖലാ ട്രഷറർ ജദീപ്, COA പയ്യന്നൂർ സൗത്ത് മേഖലാ സെക്രട്ടറി KV പ്രഭാത് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായ പ്രസാദ ഊട്ട് ഫെബ്രുവരി 4 നടക്കും. ഇതിന്റെ ഭാഗമായി അമ്പല പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസാദ ഊട്ട് ഫെബ്രുവരി 4 നടക്കും. ഇതിന്റെ ഭാഗമായി അമ്പല പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ഉത്സവാഘോഷങ്ങളുടെയും ഒരുക്കങ്ങളുടെയും ഭാഗമാകാൻ നാടൊന്നാകെ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയും അമ്പല പരിസരത്തെ മുഴുവൻ ആളുകളും ഒത്തുചേർന്നാണ് നടത്തിവരുന്നത്. നാളത്തെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായുള്ള ഏകദേശം 10,000-ഓളം ആൾക്കാർക്കുള്ള അന്നദാനത്തിൻ്റെ ക്രമീകരണങ്ങളുടെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ അന്നപ്രസാദം കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതുകൂടാതെ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് രീതിയിൽ ആവശ്യപ്പെടുന്നു ആ രീതിയിലുള്ള എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് ഇവിടെ അന്നദാനത്തിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നത്. അന്നദാനത്തിനുള്ള ഇല ഒരുക്കുന്നതു മുതൽ എല്ലാ ജോലികളും തകൃതിയായി നടക്കുകയാണിവിടെ. ഭക്ഷ്യവിഷാദാനിൽ അങ്ങനെ കംപ്ലൈൻറ്റ് ഉള്ള അവസ്ഥയ്ക്ക് സമ്പൂർണ്ണമായിട്ടും ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ മാത്രം നമ്മൾ ഓരോ സാധനം കഴുകുന്നതടക്കം ഞങ്ങൾ അതിലാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തൈര് ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നില്ല. മറ്റുള്ള കറികൾ പറഞ്ഞാൽ അങ്ങനെ 3-4 കറികളും ഇതുമാണ്. കാരണം വറുത്തലിശ്ശേരി, സാമ്പാർ, പിന്നെ തോരൻ, അച്ചാർ, നാരങ്ങ അച്ചാർ, പിന്നെ ഒരു രസം, സാമ്പാർ, പിന്നെ പാൽപ്പായസം. പിന്നെ വെച്ചാൽ 2-3 സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞാൽ ആവുന്നത്രയും സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കാനും. പിന്നെ അത്രത്തോളം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 4 അന്നപ്രസാദം നൽകുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തകൃതിയായി നടക്കുകയാണ്. വനിതാ കമ്മിറ്റി അംഗങ്ങളും മറ്റു ഭാരവാഹികളുമൊക്കെ ചേർന്ന് അന്നപ്രസാദം നൽകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. ഈ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ഒന്നും വെള്ളം ഈ ആഹാരം പാകം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കഴുകുന്നതിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫിൽട്ടർ ചെയ്ത വെള്ളമാണ്. അത്തരത്തിൽ എല്ലാ ജാഗ്രതയും പാലിച്ചുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇവിടെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. മാത്തിൽ കുറുവേലി ജൈവത്തോട്ടത്തിൽ തണ്ണീർത്തട ദിനാചരണവും അറിവുത്സവവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ M ക്ലാസ് എടുത്തു. മാത്തിൽ കുറുവേലി ജൈവത്തോട്ടം, കാങ്കോലാലപ്പടമ്പ കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അറിവുത്സവവും തണ്ണീർത്തട ദിനാചരണവും സംഘടിപ്പിച്ചു. കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മിനി ഉദ്ഘാടനം ചെയ്തു. നാരായണൻ പുതുമന ചടങ്ങിൽ അധ്യക്ഷനായി. ജൈവകൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ M, ജലസേചനത്തിലെ ശാസ്ത്രീയത എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർമാരായ അനുജ രവീന്ദ്രൻ, സന്ദീപ് എന്നിവർ ക്ലാസ് എടുത്തു. നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ പാളിച്ച ഉണ്ടാവരുത്. കാരണം ഒരു മരുന്നാണ്. മരുന്നുണ്ടാക്കുന്ന ആ ബോധത്തോടെ അല്ലെങ്കിൽ വളം ഉണ്ടാക്കുന്നതല്ല.
കരുതകഷായം എന്ന് പറഞ്ഞൊരു ചെടിക്ക് കൊടുക്കുന്ന മരുന്നുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സാവകാശത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം 40 ആളെ ഇരിക്കുന്നെങ്കിലും 40 ആൾക്കും സംശയമില്ലാതെ പോകണം. സംശയം വളരെ പ്രധാനമാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ അതും കൂടെ പറയാം. ആശയവിനിമയത്തിന് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഒരാൾ പറയും അല്ലേ, ഒരു കാര്യങ്ങൾ അങ്ങോട്ട് പറയും, കേൾക്കുക അവിടെ ശ്രോതാക്കളുണ്ടാവും. അപ്പോൾ എന്തായി, ആ പറയുന്നതിന് ഒരു മാധ്യമം കൂടെ വേണം. ഇവിടെ വായു ഇല്ലെ മൈക്ക് ഇതിലൂടെ പറയും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ് പ്രശ്നമില്ല, പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് സംശയം ഉണ്ടാവും. തണ്ണീർത്തട സംരക്ഷണ ജാഥ ആര്യവേപ്പ്, കുറുന്തോട്ടി, തുമ്പ, കരിനച്ചി ഉൾപ്പെടെ 25ഓളം ഔഷധ സസ്യങ്ങൾ ചേർന്ന ജൈവ കീടനാശിനി നിർമ്മാണ ശില്പശാലയും ഉണ്ടായിരുന്നു. കരുണാകരൻ പനങ്ങാട്, കൃഷ്ണൻ PS, സത്യൻ മാവില, പ്രകാശൻ കാന, ബിന്ദു C, റസ്യ P, രേഷ്മ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓണക്കുന്ന് പെരളം റോഡിൽ ഓവുചാൽ നിർമ്മിക്കാൻ പകുതി മുറിച്ച ആൽമരം യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണി ഉയർത്തുന്നു. ആൽമരം പകുതി മുറിച്ച സ്ഥിതിക്ക് മുഴുവൻ മുറിച്ചു മാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓണക്കുന്ന് പെരളം റോഡിൽ ഓവുചാൽ നിർമ്മിക്കാൻ പകുതി മുറിച്ച ആൽമരം യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണി ഉയർത്തുന്നു. തിരക്കേറിയ ഒരു റോഡ് കൂടിയാണിത്. ഏതു നേരവും കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡിൽ ആൽമരം ഭാഗികമായി മുറിച്ചു നിർത്തിയത് നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂളും അങ്കണവാടിയും പഞ്ചായത്ത് ഓഫീസും കൃഷിഭവനും വില്ലേജ് ഓഫീസും എല്ലാം പ്രവർത്തിക്കുന്നത് ഓണക്കുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി ധാരാളം പേർ ദിവസേന കടന്നുപോകാറുണ്ട്. ആലിന്റെ വേരുകൾ മാത്രം മുറിച്ചു മാറ്റിയതിനാൽ നല്ലൊരു കാറ്റടിച്ചാൽ ആൽമരം നിലംപൊത്താനും സാധ്യതയേറെയാണ്. ഇക്കാര്യമൊന്നും ഓവുചാൽ നിർമ്മിക്കുന്നവർ ഗൗനിച്ചില്ലെന്നും ഇത് തലതിരിഞ്ഞ നടപടിയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ആൽ പകുതി മുറിച്ച സ്ഥിതിക്ക് മുഴുവൻ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആൽമരം വീട് മുറിച്ചിട്ടത് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർക്ക് ഇതിലൂടെ യാത്ര പോകുന്നതാണ്. വരുന്ന മഴക്കാലത്ത് ഇതിൻ്റെ സ്ഥിതി ഉണ്ടാവുന്നത് കണ്ടറിഞ്ഞിട്ട് അനുഭവിക്കണമെന്ന് എൻ്റെ മുമ്പേ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ അഭിപ്രായം മാത്രമല്ല, പൊതുവെ അഭിപ്രായം അത് കാരണം വെച്ചാൽ എല്ലാവർക്കും ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. ഇതിപ്പോൾ ഉള്ളവർക്ക് പോയപ്പോൾ നിൽക്കുന്നില്ല. ഞാൻ മരക്കച്ചവടക്കാരും കൂടിയാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ പാല് കുടിക്കാൻ പോകുമ്പോൾ ഇത് പറയുന്നത് എന്താ, ഇത് പാതി മുറിക്കാൻ പാടില്ല, ഇത് തേച്ച് മുറിച്ചിട്ട് ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പരമാവധി ലോഡ് വരുന്ന ഭാഗം വെയിറ്റ് അതെല്ലാം മുറിച്ച് ചെറുതാക്കി വിടുക. അപ്പോൾ അല്ലെങ്കിൽ ഇതെന്താ, ഇത് വരുന്ന മഴക്കാലത്ത് ഇത് മൊത്തം അങ്ങോട്ട് കൊത്തി പോകാൻ സാധ്യതയുണ്ട്. ലൈനിൻ്റെ മുകളിലേക്ക് മൊത്തം അതുപോലെ റോഡിലേക്ക് പോകും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കുളപ്പുറം ഭഗത് സിംഗ് സാംസ്കാരിക വേദി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. ആവേശം നിറഞ്ഞ മത്സരത്തിൽ സെന്റർ ടീം താവം മത്സരത്തിൽ ജേതാക്കളായി. കുളപ്പുറം ഭഗത് സിംഗ് സാംസ്കാരിക വേദി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കമ്പവലി മത്സരത്തിൽ ഇരു ജില്ലകളിൽ നിന്നുമായി 19 ടീമുകളാണ് മാറ്റുരച്ചത്. ആവേശം നിറഞ്ഞ മത്സരത്തിൽ സെൻട്രൽ ടീം താവം ജേതാക്കളായി. യുവതാര നടുവിൽ താറ്റിയാടി 2ാം സ്ഥാനം നേടി. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കല്യാശ്ശേരി MLA-യുമായ TV രാജേഷും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാമകൃഷ്ണയും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കണ്ണപുരം മൊട്ടമ്മൽ സ്വദേശി MV ബാലകൃഷ്ണനാണ് മരണപ്പെട്ടത്. അപകടം നടന്നത് തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ. തൃക്കരിപ്പൂർ ഒളവറയിലെ മരക്കമ്പനിയിൽ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾ പ്രയത്നിച്ച്. ചെറുപുഴ തിരുമേനിയിലും വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം കത്തിനശിച്ചു. പരിയാരം എംബേറ്റിൽ മേൽപ്പാലം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരപന്തൽ V ശിവദാസൻ MP സന്ദർശിച്ചു. മേൽപ്പാലം എന്ന നാടിന്റെ ആവശ്യം നടപ്പാക്കുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും സമരത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് V ശിവദാസൻ MP അറിയിച്ചു. അധ്യാപകരോടും പൊതുസമൂഹത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോഴിക്കോട് നടക്കുന്ന KSTA 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന കമ്മിറ്റി അംഗം EM ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു.
വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.